ഹലോ നമസ്കാരം, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈജയന്തി കൊല്ലപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടി റൂമിലേക്ക് പോവാണ്. അപ്പോൾ അമ്മ പറയാണ്, കാറ് വരുന്ന സൗണ്ട് കേട്ടു, നീയാന്ന് കരുതിയില്ല, അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആക്സിഡൻറ്റിന് ശേഷം ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടില്ലല്ലോ, എന്നെ കാണാനായിട്ട് നീ വന്നതാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ ആരെയും കാണാൻ വന്നതല്ല, ഞാൻ വീട് വിട്ട് ഇറങ്ങി. ഇനി അവിടെ ബാലേന്ദ്രൻ്റെ വീട്ടിൽ ഒരു പട്ടിയെ പോലെ ജീവിക്കാൻ എന്നെക്കൊണ്ട് വയ്യ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നതാണെന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയാണ്, നീ എന്ത് വിഡ്ഢിത്തരാണ് ഈ ചെയ്തത്, നീ ആരെങ്കിലും പറയുന്നതൊന്ന് കേൾക്ക്, എന്ത് മണ്ടത്തരാണ് നീ ചെയ്യുന്നതെന്നൊക്കെ പറയാണ്. എൻ്റെ കഷ്ടകാലം ഇപ്പോഴൊന്നും തീരുമൊന്നുമില്ല, ബാലേന്ദ്രൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ കഷ്ടകാലം. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ആരാ ഈ കഷ്ടകാലം? കഷ്ടകാലം എന്ന് പറയുന്നത് അലീനെ ഉദ്ദേശിച്ചാട്ടോ, ഹരി കൊണ്ടുവന്നല്ലേ അലീനെ, അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോൾ വൈജയന്തി പറയാണ്, കഷ്ടകാലം എന്ന് വിളിച്ചാലും അലീന എന്ന് വിളിച്ചാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ അമ്മ പറയാണ്, അത് നീ ഇതുവരെ വിട്ടില്ലേടി. അപ്പോൾ വൈജയന്തി പറയാണ്, എങ്ങനെ വിടാനാ, എൻ്റെ വീട് തുലച്ചത് അവളാണ്, എൻ്റെ ബാലചന്ദ്രനെയും മക്കളെയും എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് അലീനയാണ്. ആ നാശം പിടിച്ചവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഇനി ആ വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അമ്മ പറയാണ്, നിൻ്റെ ദുർവാശി കളഞ്ഞാൽ മാത്രമേ നിനക്കൊരു ജീവിതമുള്ളൂ. അപ്പോൾ അമ്മ പറയാണ്, നീ എന്താ കുഞ്ഞ് ഇങ്ങനെയായത്? അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ എന്താ തെറ്റാ ചെയ്തേ, അത് നിങ്ങൾ ആദ്യം പറ, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അപ്പോൾ അമ്മ പറയാണ്, നീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. കെട്ടിയോൻ പറഞ്ഞാൽ നീ കേൾക്കുമോ? മക്കൾ പറഞ്ഞാൽ നീ കേൾക്കുമോ? ആങ്ങളമാർ പറഞ്ഞാൽ നീ കേൾക്കുമോ? ആര് പറഞ്ഞാലും നീ കേൾക്കില്ല. സാക്ഷാൽ ദൈവം വന്ന് പറഞ്ഞാലും നീ കേൾക്കില്ല. പിന്നെ എങ്ങനെയാണ് നീ നന്നാവുക? ആരെങ്കിലും കുറച്ച് പേടി വേണ്ടേ? ദൈവത്തിലെങ്കിലും കുറച്ചെങ്കിലും പേടി വേണ്ടേ? പിന്നെ എങ്ങനെയാണ് ശരിയാവുക കുഞ്ഞേ എന്നൊക്കെയാണ് അമ്മ വൈജയന്തിയോട് ചോദിക്കുന്നത്. അപ്പോൾ വൈജയന്തി പറയാണ്, ഞാൻ ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ, ആ വേലക്കാരിയായ അലീനയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതാരും അനുസരിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നേ? അങ്ങനെ വൈജയന്തിയിലെ ആങ്ങളെയും ഭാര്യയും തമ്മിലുള്ള സംഭാഷണമാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. കമലക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ വൈജയന്തി വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാളും നല്ല ദേഷ്യത്തിനാണ് ഉള്ളത്. കമല പറയാണ്, ഇനി അടുക്കളയിൽ ഒന്ന് സഹായിക്കാനോ ഒന്നും അവൾ വരില്ല, എനിക്ക് പണിയായി, ഒരു കറിവേപ്പില കൂടി എടുത്തു തരില്ല, കാലമ്മ കാല വെച്ചിട്ട് അവിടെ ഇരിക്കും. അവളെന്തിനാ ഇങ്ങോട്ട് വന്ന്? അവൾക്ക് വാടക വീടില്ലേ അവിടെ, എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്ന്? അങ്ങോട്ട് പോയാൽ പോരെ? നിങ്ങൾ ആങ്ങളമാർക്ക് ചുണയില്ലാത്തതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കമലയുടെ ഹസ്ബൻഡ് പറയാണ്, അവൾ 56 വർഷമൊന്നും ഇവിടെ താമസിക്കില്ല, അവൾ 2 ദിവസം കഴിഞ്ഞാൽ അവൾ തിരിച്ചു പോവും, അത്ര വരെ ഒന്ന് ക്ഷമിക്ക്. ഒരാൾക്കുള്ള ഭക്ഷണമല്ലേ, അത് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. ഇനിയിപ്പോൾ അമ്മക്ക് വൈജയന്തിനെ കിട്ടിയതുകൊണ്ട് എൻ്റെ കുറ്റം മൊത്തം പറയാനുണ്ടാവും, എനിക്കതൊന്നും കേൾക്കാൻ വയ്യ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയാണ്, അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ആ ഭാഗത്തേക്ക് ചിന്തിക്കാനേ പോകണ്ട എന്ന് പറയാണ്. പിന്നെ അവൾ ഇന്ന് താമസിക്കുന്നത് രഞ്ജിനിയുടെ മുറിയിലാണ്. നേരെ പോയി ടേബിളിൻ്റെ മുഖത്ത് ബാഗ് വെച്ചിട്ട് പറയാണ്, ഇത് എൻ്റെ മുറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ആ മുറിയിൽ കയറി താമസം തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറയാണ്, പിന്നെ രഞ്ജിനിക്ക് ഹരിയുടെ മുറിയില്ലേ, ഹരിയുടെ മുറിയിൽ പോയിട്ട് താമസിച്ചൂടെ? അപ്പോൾ കമല പറയാണ്, അപ്പോൾ ഹരി വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹം പറയാണ്, ഹരി എപ്പോൾ പുറത്തിറങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ദേഷ്യപ്പെട്ട് കമല പുറത്തേക്ക് പോവാം കേട്ടോ. അങ്ങനെ രോഹിത്തിനെ കോളേജിലെടുത്ത സന്തോഷത്തിൽ അലീനയും രോഹിത്തും ഓടി വരികയാണ്. അപ്പോൾ ബബിത വീടിന് പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. ബബിതയാണെങ്കിൽ വൈജയന്തി പോയതിൻ്റെ ഒരു ടെൻഷനാണ്, ഇവരോട് എങ്ങനെ പറയുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പുറത്ത്. അങ്ങനെ അലീനയും രോഹിതും വന്ന ഉടനെ ബബിത പറയാണ്, അമ്മ പോയി കൊല്ലപ്പള്ളിക്ക് പോയി എന്ന് പറയാണ്. അപ്പോൾ രോഹിത് ഇതൊന്നും അറിയാണ്ട് ബാലചന്ദ്രനെ ഫോൺ വിളിച്ചുകൊണ്ട് വരികയാണ്, എന്നെ കോളേജിലെടുത്തു, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അലീന ചേച്ചി പറയുന്നൊക്കെ. അങ്ങനെ രണ്ടുപേരും ഞെട്ടലോടെ കേൾക്കാണ് വൈജയന്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത്. അങ്ങനെ അലീനയും ബബിതയും രോഹിതും തീരുമാനിക്കുകയാണ് വൈജയന്തിയുടെ വീട്ടിലേക്ക് പോവാന്നുള്ളത്. അങ്ങനെ കൃഷ്ണമോൾ കോളേജിൽ പോയിട്ടാണുള്ളത്. കൃഷ്ണമോൾ വന്നതിന് ശേഷം ബാലചന്ദ്രനോട് ചോദിച്ചിട്ട് നമുക്ക് അവിടത്തേക്ക് പോവാം, രണ്ടും കൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവരെത്തിയിട്ടുള്ളത്. രണ്ടു മക്കളും അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാട്ടോ സംസാരിക്കുന്നത്. ഇത്ര നാളും ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല, സന്തോഷം വരുമ്പോഴാണ് അമ്മ പോയതെന്നോ നമ്മളെക്കുറിച്ച് ഒരു കൺസേൺ ഇല്ല
എന്നൊക്കെയാണ് രോഹിത്തും ബബിതയും പറയുന്നത്. അങ്ങനെ ഇവർ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പിന്നെ അലീന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. അപ്പോൾ ബബിത ചോദിക്കുകയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്ന്. അപ്പോൾ അലീന പറയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഇനി അവിടെ പോയിട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്ന്. അപ്പോൾ ബബിത ചോദിക്കുകയാണ് അതിനെന്താ നമ്മൾ തൊഴിലുറപ്പിനാണോ പോകുന്നതെന്ന്. അപ്പോൾ അലീന പറയുന്നത് നമ്മൾ കമലാൻ്റിയുടെ വീട്ടിലേക്കല്ലേ പോണേ, അവിടെ പോയി ചാണകവെള്ളം തളിക്കുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നല്ല ഡ്രസ്സ് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണമോള് വന്നിട്ട് പറയുന്നത് ഒന്ന് മുടി കെട്ടിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട്. അങ്ങനെ മുടി കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട് കൃഷ്ണമോളെ ഡ്രസ്സ് എടുത്തോ, നമ്മൾ പിന്നെ മാഡം വന്നില്ലെങ്കിൽ ഒരു ദിവസം അവിടെ തങ്ങിയിട്ടേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നത് അപ്പോൾ എൻ്റെ ഡ്രസ്സ് വേണ്ടേന്ന്. അപ്പോൾ അലീന പറയാണ് ബബിതയുടെ ഒരു ടോപ്പും പാൻറ്റും ഞാൻ എടുത്തിട്ടുണ്ട്, വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്ന് പറയുന്നത്. അപ്പോൾ രോഹിത്ത് വരികയാണ്. രോഹിത്ത് പറയുന്നുണ്ട് ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു, അച്ഛൻ്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ട്, അപ്പോൾ കാറിപ്പോൾ വരും, അപ്പോൾ നമുക്ക് കാറിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടും കൽപ്പിച്ചാട്ടോ ഇവരെല്ലാം പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അമ്മേനെയും കൊണ്ടേ ഇവിടെ നിന്ന് പോവും, എന്ത് കളിച്ചാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ രണ്ട് കൽപ്പിച്ച് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ മനുവേട്ടൻ്റെ അനിയത്തിയാണ് ഡോർ തുറന്നത്. ആ സമയത്തൊക്കെ അലീന പതിയെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ് എന്തിനാ ഇങ്ങനെ മെല്ലെ നടക്കുന്നത്, പേടിയാവുന്നുണ്ടോ ചോദിക്കുകയാണ്. പറഞ്ഞ് ഇല്ല നീ നടക്കുമെന്ന് പറയാണ്. അപ്പോൾ മനുവേട്ടൻ്റെ അനിയത്തി വന്നിട്ട് ബബിതേനെയും ഒക്കെ കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയാണ് ഞങ്ങളും ഉണ്ട് ഇവിടെ എന്ന് പറയാണ്. അപ്പോൾ മനുവിൻ്റെ അനിയത്തി എല്ലാവരോടും ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ മനുവേട്ടനെ വിളിക്കാൻ കേട്ടോ, മനുവേട്ടനൊരു ഗസ്റ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ മനുവേട്ട ഇവരാണെന്ന് വിചാരിക്കാത്ത കേട്ടോ വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ കാണുകയാണ് വീണ്ടും. എന്താണ് പ്രശ്നം, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എല്ലാവരും മുഖത്തെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ കയറി വരികയാണ്.